ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇല്ലേ, മാക്സിമം എല്ലാ ഡെലിവറി ജോബ് ആപ്പുകാരെയും കമ്പയർ ചെയ്തുകൊണ്ട് അവർക്ക് എത്രത്തോളം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അവരോട് ചോദിച്ചുകൊണ്ടായിരിക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അച്ഛാ, എനിക്ക് വീക്കിലി കിട്ടുന്ന പേയ്മെൻറ്റ് നിങ്ങൾക്ക് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാം. വീഡിയോ എടുക്കുന്ന സമയത്തായിരുന്നു കിടിലം മഴ. നമ്മളപ്പോൾ തന്നെ നമ്മുടെ ജാക്കറ്റ് എടുത്ത് ധരിച്ചു. ഞാനീ ചെയ്യാൻ പോണ കാര്യമില്ലേ, പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. എന്നുവെച്ചാൽ എന്നെ പോലത്തെ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ഞാൻ ക്ലിയർ ചെയ്യാൻ പോണം. അവരോട് ചോദിച്ചു. എല്ലാവരും പറയും സൊമാറ്റോയുടെ പ്രൊമോഷനാണ് നീ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് കുറേ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ ചെയ്യാൻ പോണ കാര്യം പ്രൊമോഷനോ കാര്യങ്ങളൊന്നുമല്ല. ഞാനിപ്പോൾ എന്ന് വെച്ചാൽ ബ്ലിങ്കിറ്റ്, പോർട്ടർ, സൊമാറ്റോ ഞാൻ ഓർമ്മയുണ്ട്. പിന്നെ ഡെലിവറി ജോബ് എൻ്റെ കണ്ണിൽ എന്തൊക്കെ ഡെലിവറി ജോബ് കാണുന്നു അതെല്ലായിടത്തും പോയി ഞാൻ ചോദിക്കും അവർക്ക് വീക്കിലി എത്രത്തോളം ഏണിങ്സ് കിട്ടുമെന്ന്. അപ്പോൾ നമുക്ക് അതുമായിട്ടൊരു ക്ലാരിറ്റി കിട്ടില്ല, എത്രത്തോളം ഏണിങ്സാണ് എനിക്ക് കിട്ടുന്നതും അവർക്ക് കിട്ടുന്നതെന്നുള്ള ധാരണ ഉണ്ടാവും. ആ ധാരണ ഒന്ന് ക്ലിയർ ചെയ്തേക്കാം. സ്വിഗ്ഗി പറഞ്ഞ ഒരു കമ്പനിക്കാരനെ കിട്ടുന്നുണ്ട്. നമുക്ക് അവനോട് ചോദിച്ചു നോക്കാം എത്ര കിട്ടുമെന്ന് വീക്കിലി. ബ്രോ, വീക്കിലി എത്ര രൂപ കിട്ടും? വീക്കിലി എല്ലാ ദിവസവും ഓടണമെങ്കിൽ ഒരു മിനിമം ഒരു 10,000 കിട്ടുമെന്ന് വെച്ചാൽ പറയണം. സ്വിഗ്ഗി ഒരു വീക്ക് ഫുള്ള് ഓടിക്കാനല്ലേ 10,000 രൂപ വരെ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് മച്ചാൻ പറഞ്ഞിട്ട് വരുന്നത്. ശരിയായിരിക്കും. നമുക്ക് അടുത്തൊരാളെ തപ്പാം. ഗൈസ്, നമുക്ക് ഫ്ലിപ്കാർട്ട് പറഞ്ഞൊരു രതീഷ് എന്ന് പറഞ്ഞ് ചേർന്നിട്ടുണ്ട്. പുള്ളിക്ക് വീക്കിലി എത്ര രൂപ കിട്ടുമെന്നൊക്കെ ചോദിച്ചോളാം. എത്ര രൂപ വീക്കിലി കിട്ടണം? വീക്കിലി 11 രൂപ കിട്ടുമെന്ന പുള്ളി ചേട്ടൻ പറയണം. എത്ര ഓർഡർ എടുക്കാം? എത്ര പീസ് എടുക്കാം? 11-12 രൂപ കിട്ടണമെങ്കിൽ നമ്മളൊരു ആവറേജ് ഒരു 90 പീസ്. ഒരു പീസ് റേറ്റ് 17 രൂപ കിട്ടുമെന്ന പുള്ളി പറയണം. ഓക്കെ, അപ്പോൾ അടുത്ത കടന്നിരിക്കാം. അങ്ങനെ 11 രൂപ 12 രൂപ കിട്ടുമെന്ന പുള്ളി പറഞ്ഞേക്കണം. അപ്പോൾ അടുത്ത ആളെ തപ്പായി. അടുത്ത ഞാൻ ആരാണ് കണ്ണിൽ കാണുന്ന അവർ ഒരാളെ പോലും ഡെലിവറി ജോബ്സ് വരെ കാണാറുണ്ട്. നമുക്കാണ് ഓർഡർ അടിച്ചോണ്ടിരിക്കുന്നത്. കണ്ടുകഴിഞ്ഞാൽ സ്പോട്ട് നമ്മൾ തിരക്കും എത്ര റേണിങ്സ് വീക്കിൽ കിട്ടുമെന്ന്. നമ്മളെക്കാളും കൂടുതലുണ്ടെന്ന് അറിയണമല്ല. പക്ഷേ ഒരു കാര്യം പറയാൻ കണ്ട വെച്ചാൽ ഞാൻ അടക്കമുള്ള ഡെലിവറി ജോബുകാർക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ കൂടിയില്ലേ നടക്കുമ്പോൾ കുറച്ച് ആശ്വാസം കിട്ടുക. പക്ഷേ ഉച്ചക്ക് വെയിലൊക്കെ കൊണ്ട് ചത്തു വരുമ്പില്ലേ ആകെ കിട്ടുന്ന ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഫ്ലോറാണ്, ഗ്രൗണ്ട് ഫ്ലോർ മാള്. ഗൈസ്, കുറേ നേരത്തെ കാത്തിരിപ്പോഴൊക്കെ ബ്ലിങ്കിറ്റ് പറഞ്ഞ ഒരാളെ കിട്ടുന്നുണ്ട്. നമുക്ക് വീക്കിൽ എത്ര രൂപ കിട്ടും നോക്കാം, മാക്സിമം എത്ര രൂപത്തോളം ഏണിങ്സ് പുള്ളിക്കാരന് കിട്ടുമെന്നൊക്കെ ചോദിച്ചു നോക്കാം. പേരെന്ന് പറയാമോ? ആൽബിൻ എന്ന പേര്. എത്ര രൂപ കിട്ടും വീക്കിലി? ഡെയിലി നമുക്കൊരു 1000 രൂപയ്ക്ക് ഉണ്ടാക്കാം. മാക്സിമം എത്ര രൂപ വീക്കിലി ഉണ്ടാക്കാൻ പറ്റും? മാറ്റി ഓർഡർ ഉണ്ടെങ്കിൽ നമുക്കൊരു ഡെയിലി ഒരു 1500 രൂപ ഉണ്ടാക്കാം. ഓക്കെ, എത്ര കിട്ടും മാക്സിമം? 1500 രൂപ കിട്ടുമെന്ന് പറയണം ഡെയിലി. മാക്സിമം കിട്ടുമെന്ന് പറഞ്ഞേക്കണം. ഗൈസ്, ബ്ലിങ്കിറ്റ് പറഞ്ഞാൽ ആൽബി മച്ചാൻ നമ്മൾ പറഞ്ഞേക്കണം 10,000 രൂപ വരെ ബ്ലിങ്കിറ്റിൽ നിന്ന് വീക്കിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അടുത്താളെ തപ്പായി. ഗൈസ്, ഫോട്ടോ ഓടിക്കണ ആരെയും കാണാനില്ല കേട്ടോ. ഞാൻ ഫോറമാൾക്കൂടെ പോകണം. ഇതുവരെ ഈ ഭാഗത്ത് പക്ഷേ ഫോട്ടോ ഓടിക്കുന്ന ആൾക്കാരെന്ന് വെച്ചാൽ യൂണിഫോം ഇടാത്തോണ്ടാന്ന് തോന്നും. പക്ഷേ ഓർഡർ ഉണ്ടാവും. ഞങ്ങളെ സൊമാറ്റോക്കാർ, സ്വിഗ്ഗി, ബ്ലിങ്കിറ്റ് അങ്ങനെയുള്ള ആൾക്കാരൊക്കെ യൂണിഫോം ഇട്ടിട്ട് ഓടണം. ഫോട്ടോ ഓടുന്ന ആൾക്കാർ ബ്ലൂ യൂണിഫോം ആരും ഇടാറില്ലെന്നോ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനമില്ലേ മേടിക്കാനായിട്ട് എല്ലാ കടകളിലും പോകാൻ പറ്റില്ല, അതൊരു കടയിലും ഉണ്ടായില്ല. അതേപോലെയാണ് പോട്ടർ ഓടിക്കുന്ന ഒരാളെ തപ്പി ഞാൻ എല്ലാ സ്ഥലത്തും നോക്കിയിട്ടും എറണാകുളം ഞാൻ പോകണ വഴി മിക്കയിടത്ത് നോക്കിയിട്ടും ഒരാളെ പോലും ഞാൻ കണ്ടില്ല. നമുക്കങ്ങനെ കമ്പനിക്കാരനെ കിട്ടിയ ഒടുവിൽ പോട്ടർ ഓടണം. പക്ഷെ അവനെ ഡയറക്റ്റ് വിളിക്കാൻ ആലുവല പോട്ടർ ഓടണം. നമുക്ക് കുഴപ്പമില്ല, അവൻ്റെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമുക്ക് അവനെ വിളിച്ചിട്ട് അവൻ്റെ വീക്കിൽ എത്രത്തോളം ഏണിങ്സ് കിട്ടുമെന്നൊക്കെ ചോദിച്ചു നോക്കാം. ബാ കേസൊക്കെ പുള്ളിക്കാരനെ വിളിച്ചു നോക്കാം. റിങ്ങുണ്ട്. ഹലോ, ഞാനേ വിഷ്ണുവിന്റെ ഫ്രണ്ടായിരുന്നു. വിഷ്ണു തമ്പി. ബ്രോ, പോട്ടർ ഓടുമ്പോ മാക്സിമം എത്രത്തോളം ഒരു വീക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു. ഞാനേ അവരെ എല്ലാവരും ഡെലിവറി ജോബ് എല്ലാവരും കമ്പയർ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പൊ പോട്ടർ ഓടണം നോക്കിയാൽ ഒരാളെ പോലും കിട്ടാൻ പറ്റില്ല. ഞാൻ നോക്കിയിട്ട് ആരും കണ്ടില്ല. എല്ലാവരും നോർമൽ ഡ്രസ്സൊക്കെയാണ് അല്ല പോട്ടർ ഓടണം. ആരും യൂണിഫോം ഇട്ട് ഓടണം ആരും കണ്ടില്ല. അതുകൊണ്ട് ബ്രോ ഒരാഴ്ചയിൽ എത്രത്തോളം ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറയുമോ? ഒരാഴ്ചയില് നമ്മളൊരു അത്യാവശ്യം ഒരു 10 മണിക്കൂർ 11 മണിക്കൂറൊക്കെ ഓടുവാണെങ്കിൽ ഒരാഴ്ച 14 മേലെ ഉണ്ടാക്കാൻ പറ്റും. 14 രൂപ? അതായത് പെട്രോള് കൂട്ടാതെ എന്താ പറയുന്നത്, പെട്രോൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഈ കിലോമീറ്റർ നമ്മള് ലോങ് ഒക്കെ എടുക്കുവാണെങ്കിൽ അത്യാവശ്യം പോകും. അതനുസരിച്ചിട്ട് ഓടിയാൽ മതി. അതായത് ലോങ് എടുക്കുവാണെങ്കിൽ അവിടെ പിക്കപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കും. ഒരാഴ്ച നമ്മൾ തിങ്കൾ മുതൽ ഞായർ വരെ ഓടിക്കഴിഞ്ഞാൽ 14 രൂപ ഉണ്ടാക്കാൻ പറ്റും പോട്ടറിന്നല്ലേ? ഓക്കെ ബ്രോ, ശരി എന്നാൽ താങ്ക്സ്. 14,000 രൂപ കിട്ടുമെന്ന് പറഞ്ഞേക്കണം പോട്ടറിന്ന്.
ഗൈസ് കുറേ പേർക്കുള്ള ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പോർട്ടർ, ഫ്ലിപ്കാർട്ട്, പിന്നെ ബ്ലിങ്കിറ്റ്, സൊമാറ്റോ, സ്വിഗ്ഗി ഇത്രത്തിൻ്റെ ഏണിങ്സ് എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. സൊമാറ്റോയും കൂടി ചേർത്ത് 5 ഡെലിവറി ജോബ് ആപ്സിൻ്റെ വീക്കിലി എത്രത്തോളം ഏണിങ്സ് കിട്ടുമെന്നുള്ള ഏകദേശ ധാരണ നിങ്ങൾക്കും എനിക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത്ര കിട്ടിയുള്ളൂ ഗൈസ്. ബാക്കി നമുക്ക് കിട്ടാൻ വഴിയില്ല. വെച്ചാൽ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ നോക്കിയിട്ട് കുറേ പേര് മിസ്സായിപ്പോയി. വേറെയും കുറേ ഡെലിവറി ജോബ് ആപ്സുകാരുണ്ട്, അവരൊക്കെ മാക്സിമം മിസ്സായിപ്പോയി. സൊമാറ്റോ കൂടാണ്ട് 4 ഡെലിവറി ജോബ് ആപ്പ് വരെ കിട്ടിയില്ലേ, അത് മതി. നമ്മുടെ ചലഞ്ച് തുടങ്ങിയിട്ടില്ലേ, ഇന്നത്തേക്ക് 79 ദിവസം, ഇനി 1016 ദിവസം കൂടി കഴിഞ്ഞില്ല. സൊമാറ്റോ ഡെലിവറി ജോബ് ചെയ്തുകൊണ്ട് ടൂറിസ്റ്റ് ബസ് എടുക്കുമോ നമ്മളെ ചലഞ്ച്. ഞാൻ 1016 ദിവസം കൂടി നമ്മളെ ചലഞ്ച് ബാലൻസ്. പിന്നെ എൻ്റെ യൂട്യൂബും ഇൻസ്റ്റ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം ഗൈസ്. ഓക്കെ, ബൈ.